രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ഇന്ന് തുടർച്ചയായി ആറാമത്തെ ബജറ്റ് ആണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഒരു നിര ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ഷേമ പെൻഷൻ വർധനവും സർക്കാർ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കലും ഉണ്ടാകുമെന്നാണ് സൂചന. മന്ത്രിസഭ കഴിഞ്ഞ ദിവസം തീരുമാനിച്ച അതിവേഗ റെയിൽ പാതയ്ക്ക് വേണ്ടിയും നീക്കിയിരിപ്പുണ്ടാകും. അതിവേഗ റെയിൽപാത പ്രധാനപ്പെട്ട ഒന്നാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം, ദേശീയപാത വികസനം അടക്കം പൂർത്തിയാകാനുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് തന്നെ അതിവേഗ റെയിൽപാതയടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളുടെ കയ്യടി നേടാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. മറ്റൊന്ന് ശമ്പള പരിഷ്കരണമാണ്. ഇപ്പോൾ ധനമന്ത്രിയുടെ വീട്ടിൽ ഡാൻ കുര്യൻ ഉണ്ട്. ഒപ്പം നിയമസഭയിൽ നിന്ന് വി അരുൺ ചേരും. കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഉണ്ടാകും. ഡാനി പോൾ, അനുമോദ് മലപ്പുറത്ത് നിന്ന് ബജറ്റിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കാനുണ്ടാകും. അത് നമുക്ക് ഡാനിലേക്ക് ഒന്ന് പോകാം. ഡാന്, ജനപ്രിയ പദ്ധതികൾ ഉണ്ടാകും, ക്ഷേമ പദ്ധതികൾ ഊന്നൽ നൽകും. സ്വാഭാവികമായും അത്തരം പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. എന്താണ് ധനമന്ത്രി നൽകുന്ന സൂചനകൾ? ഒരു മാജിക്ക് കാട്ടാനില്ല എന്നായിരുന്നു അദ്ദേഹം ഒറ്റ വാക്കിൽ കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി. അതായത് തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മാജിക്ക് കാട്ടി ആരെയും കബളിപ്പിക്കാനില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. അതോടൊപ്പം ഈ റബ്ബറിൻ്റെ താങ്ങുവില അടക്കം കഴിഞ്ഞ 5 വർഷത്തിനടക്കം ഇടയിൽ 200 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എത്ര എന്ന ചോദ്യത്തിന് അന്ന് അദ്ദേഹം കൃത്യമായൊരു മറുപടി നൽകിയിരുന്നില്ല. ഒരുപക്ഷേ ഈ ക്ഷേമ പെൻഷൻ, അതിലാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ. 2000 രൂപയിൽ നിന്ന് ക്ഷേമ പെൻഷൻ LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന പോലെ 2500 രൂപയായി ഉയർത്തുമോ? അങ്ങനെ വന്നാൽ അതൊരു വലിയ തരത്തിൽ, അതായത് ഗവൺമെൻറ്റിന് ഉയർത്തി കാണിക്കുന്ന ഏറ്റവും വലിയൊരു ജനപ്രിയ നേട്ടമായി, പ്രഖ്യാപനമായി മാറുന്ന സാഹചര്യമുണ്ടാകും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത് ഈ പ്രകടന പത്രിക തയ്യാറാക്കുകയും ഈ തുക ഇങ്ങനെ കുടിശ്ശിക കൂടാതെ കൊടുത്തു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ലഭിക്കേണ്ടുന്ന വിഹിതം ലഭിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്രയധികം ആളുകൾ, കാരണം 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ ക്ഷേമ പെൻഷൻ എത്തുന്ന ഒരു സാഹചര്യം. അപ്പോൾ ആ തുക വീണ്ടും വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അത് പ്രായോഗികമായി മാത്രമേ ആ കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ക്ഷേമ പെൻഷനിൽ വർധന ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. അത് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമോ അതോ ഇനി മറ്റൊരു പ്രഖ്യാപനമായിട്ട് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ പോലെ ആയിരിക്കും ആ പ്രഖ്യാപനം നടത്തുക എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്കും അതോടൊപ്പം ആരോഗ്യരംഗത്തിനും ഏറ്റവും പ്രധാനമായി വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അത് സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാന പദ്ധതിയായി മുഖ്യമന്ത്രി തന്നെ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വിഴിഞ്ഞത്തിൻ്റെ തുടർ നീക്കങ്ങളൊക്കെ, അതായത് 2045 പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ, 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2028 തന്നെ പൂർത്തിയാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചരിത്ര നേട്ടമായി മാറും. അതിന് വലിയ തരത്തിലൊരു പ്രചാരണം കൊടുക്കാൻ മുഖ്യമന്ത്രി തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ഉണ്ടാകുമോ? അതായത് റിംഗ് റോഡ്, അതോടൊപ്പം റെയിൽ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന മേഖലകളിലൊക്കെ അത് യാഥാർത്ഥ്യമാകേണ്ടതുണ്ട് ഇനി. കാരണം ഇപ്പോൾ ഈ ചരക്ക് ഗതാഗതം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ നീക്കമൊക്കെ നടക്കുന്നത് കടൽ മാർഗ്ഗമാണ്. അത് കരമാർഗ്ഗമായി മാറുന്ന സാഹചര്യത്തിൽ മാത്രമേ അനുബന്ധ മേഖലകളിൽ വികസനം യാഥാർത്ഥ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി ഏതെങ്കിലും പ്രത്യേക പദ്ധതികൾ ഇന്നത്തെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അതോടൊപ്പം സമസ്ത മേഖലകളെയും ഊന്നിക്കൊണ്ട് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ബജറ്റ് അവതരണം എന്ന് അദ്ദേഹം സൂചന നൽകിയിട്ടുണ്ട്. എന്തായാലും നികുതി വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ നികുതി വർദ്ധിപ്പിക്കാൻ സാധ്യത ഏത് മേഖലയിലായിരിക്കും? മദ്യത്തിന് വില കൂട്ടാനുള്ള സാധ്യതയില്ല ഇനി, കാരണം പരമാവധി വില കൂട്ടിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകും എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. ഏതാണ്ട് 7:45 ഗവൺമെൻറ് പ്രസ്സിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ബജറ്റിൻ്റെ കോപ്പിയുമായി അത് ധനമന്ത്രിക്ക് കൈമാറുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തും. അതിനുശേഷം 8:15 ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടും എന്നാണ് നമുക്ക് 8:15-നും 8:30-ക്കും ഇടയിൽ അദ്ദേഹം നിയമസഭയിലേക്ക് പുറപ്പെടും. 9 മണിക്കാണ് ബജറ്റ് അവതരണം. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനമന്ത്രിയുടെ വീട്ടിലാണ് ഡാൻ കുര്യൻ ഉള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങി മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ളതാണ്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുക രണ്ടാം പിണറായി സർക്കാരിൻ്റെ 6ാമത്തെ ബജറ്റ് കൂടിയാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സർക്കാർ സ്വാഭാവികമായും ജനപ്രിയ നടപടികൾ, ജനക്ഷേമ പദ്ധതികൾ, നേരത്തെ ഡാൻ പറഞ്ഞതുപോലെയുള്ള ക്ഷേമ പെൻഷനിലെ വർധനവ്, സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഇതൊക്കെ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് വേണം കരുതാൻ. നമുക്ക് വി അരുണിലേക്ക് കൂടി ഒന്ന് പോകണം. അരുണുള്ളത് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ തന്നെയാണ്. അവിടെ വലിയ നമുക്കറിയാം അരുണ് ഒരുപാട് ബജറ്റുകൾ കണ്ട, ഇപ്പോൾ നമ്മൾ ഓർമ്മയിരിക്കുന്ന KM മാണിയെ പോലെയുള്ള ആളുകൾ പ്രഖ്യാപിച്ച ബജറ്റുകൾ, തോമസ് ഐസക്കിൻ്റെ ബജറ്റ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാലഗോപാലിൻ്റെ ബജറ്റിലേക്കൊക്കെ വരുമ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമെന്നൊരു പ്രത്യേകത മുന്നിൽ കാണാതെ, ആ ലക്ഷ്യമില്ലാതെ ഒരു ബജറ്റിലേക്ക് കടക്കാൻ സാധിക്കില്ല. പടിപടിയായി ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നും എല്ലാ ബജറ്റിലും ക്ഷേമ പെൻഷനിൽ വർധന ഉണ്ടാകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ച സർക്കാരാണ്. പക്ഷേ പല ബജറ്റുകളും സാധിച്ചില്ല എന്ന പ്രശ്നം കൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ തന്നെയാകും ഒരുപക്ഷെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ വിഷയമാണ്. ശമ്പള വർധനവ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. DA അടക്കമുള്ള കാര്യങ്ങളിൽ അവർക്ക് പിണക്കമുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കണം. മറ്റ് അനുബന്ധ വികസന പദ്ധതികൾ കൂടി ഉൾപ്പെടുത്തിയുള്ള നിരവധി വികസന പദ്ധതികൾ, നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് നമുക്കൊരു അവസാനവട്ട വിവരം നൽകാനുള്ളത്? രഞ്ജിത്ത്, ക്ഷേമവും കരുതലും ഇതാണ് പിണറായി സർക്കാർ അവരുടെ മുഖമുദ്രയായി കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് സർക്കാരിന്റെയും മുഖമുദ്രയായി എടുത്തു കാട്ടുന്നത്. അത് രണ്ടും സമന്വയിപ്പിച്ചുള്ള ബജറ്റാകും. അത് ഏറ്റവും നിർണായകമായ ബജറ്റാകും ഇത്തവണ അവതരിപ്പിക്കാൻ പോകുന്നത്. KN ബാലഗോപാലിന്റെ 6ാമത്തെ ബജറ്റാണ്. ഇന്ന് ബജറ്റ് അവതരിപ്പിച്ച ബജറ്റ് അടുത്ത ആഴ്ച പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് തെരഞ്ഞെടുപ്പാണ്. നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുകയാണ് സംസ്ഥാനത്ത് ഇടതു മുന്നണിയും UDF-ഉം ഒക്കെ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ബജറ്റ് ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. എങ്ങനെ അതിനുള്ള ധനം കണ്ടെത്തും KN ബാലഗോപാൽ എന്നാണ് അറിയേണ്ടത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞത് മാജിക് കൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു മാജിക് ഇല്ലാതെ സർക്കാരിന് വലിയ പ്രഖ്യാപനങ്ങൾ, ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്താൻ കഴിയില്ല എന്നതും വസ്തുതയാണ്. ക്ഷേമ പെൻഷൻ സ്വാഭാവികമായും ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷനിൽ വർധന പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. സർക്കാർ ജീവനക്കാർ വലിയ പിണക്കത്തിലാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ സർക്കാർ ജീവനക്കാർ വലിയ പിണക്കത്തിലാണ് സർക്കാരുമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്പമൊക്കെ മാറിയെന്ന പ്രതീക്ഷ വന്നുവെങ്കിലും അതും കാര്യമായി ഫലം ചെയ്തിട്ടില്ല. DA കുടിശ്ശിക സംബന്ധിച്ച് ഹൈക്കോടതി വന്ന ഒരു സത്യവാങ്മൂലമൊക്കെ വലിയ തിരിച്ചടി സർക്കാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് സർക്കാർ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ DA ജീവനക്കാരുടെ അവകാശം തന്നെയാണ് എന്ന നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും ആ പിണക്കങ്ങളൊക്കെ തീർച്ചയായിട്ടും സർക്കാരിന് മാറ്റേണ്ടതുണ്ട്. സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് വലിയൊരു വോട്ട് ബാങ്കാണ്, വോട്ട് വിഹിതമാണ്. സർക്കാർ ജീവനക്കാർ പലപ്പോഴും അവരുടെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ വിജയപരാജയം നിർണ്ണയിക്കുന്നത് വളരെ പ്രധാനവുമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരെ പിണക്കി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അവരുടെ വിശ്വാസം തിരിച്ചുപിടിക്കേണ്ടതുണ്ട്. അത് സർക്കാർ ജീവനക്കാർ മാത്രമായില്ല, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ, അങ്ങനെ ലക്ഷക്കണക്കിന് വോട്ടുകൾ സർക്കാർ ജീവനക്കാരുടെ പക്കൽ മാത്രമുണ്ട്. അവർ തീരുമാനിച്ചാൽ ഒരു പുതിയ ഭരണം വരാനും ഭരണം ഇല്ലാതാക്കാനും ഒക്കെ കഴിയുന്ന വോട്ട് ബാങ്കായി സർക്കാർ ജീവനക്കാർ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരെ ഒപ്പം നിർത്തണം. കർഷകർ എക്കാലവും ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രതീക്ഷയായ അടിസ്ഥാന ജനവിഭാഗമാണ്. നെല്ല് സംഭരണവും മറ്റുമായി ബന്ധപ്പെട്ട് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ കുറേ നാളുകളെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ കർഷകരുടെ അവരുടെ വീര്യം, അവർക്ക് സർക്കാരിനെതിരെയുള്ള വികാരത്തിന്റെ ചൂട് സർക്കാർ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരെ ഒപ്പം നിർത്താനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്നു. മറ്റൊന്ന്, അതും കർഷകർ തന്നെയാണ്. കർഷക ജനവിഭാഗം എന്ന് അവകാശപ്പെടുന്ന, കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തി മാറ്റാൻ UDF ഒരു ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് കൃത്യമായി പ്രതിരോധിക്കാവുന്ന ഒരു തന്ത്രം, രാഷ്ട്രീയ തന്ത്രം ഇടതുമുന്നണിക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിനെ പിടിച്ചു നിർത്താൻ ഇടതുമുന്നണിക്കായി അവിടെ കൊണ്ട് പ്രശ്നത്തിരുന്ന റബ്ബറിന്റെ വിലയുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. മലയോര മേഖലയിലെ മറ്റ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. മലയോര മേഖല ജനങ്ങളെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താനുള്ള ശക്തമായ ഇടപെടലുകൾ ഈ ബജറ്റിലും ഉണ്ടാകുമെന്ന ഉറപ്പാണ്. KM മാണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സ്റ്റഡി സെന്ററിന്റെ കാര്യങ്ങൾക്ക് നേരത്തെ സർക്കാർ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൽ കൂടുതൽ തുക അനുവദിച്ചേക്കും. കേരള കോൺഗ്രസ് എമ്മിന് പ്രത്യേക ഒരു പരിഗണന ഈ ബജറ്റിൽ കിട്ടാൻ തന്നെയാണ് ആ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന്, സർക്കാരിന്റെ വികസനവും ക്ഷേമവും പറയാൻ കാരണം ഇന്നലെ രണ്ട് സുപ്രധാന പ്രഖ്യാപനങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്തിരുന്നു. അതിലൊന്ന് റാപ്പിഡ് റെയ്ഡ് സർവീസാണ്. റാപ്പിഡ് റെയ്ഡ് സർവീസ് നേരത്തെ RRTS എന്ന പേര്, റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന അതിവേഗ റെയ്ഡ് സർവീസാണ്. എന്തുകൊണ്ട്
കാസർഗോഡ് കേരളത്തിലല്ലേ എന്ന ചോദ്യമൊക്കെ കേന്ദ്രത്തിന്റെ പദ്ധതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ ശക്തമായി ഉയർന്നു കേട്ടിരുന്നു. പ്രക്ഷോഭങ്ങളിലേക്ക് കാസർഗോഡ് ജനത പോകുമെന്ന സൂചനകൾ വന്നിരുന്നു. ഇപ്പോൾ കാസർഗോഡിനെ കൂടി പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 583 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള വേഗപാതയാണ് സർക്കാർ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അത് ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി തന്നെ കാണേണ്ടതുണ്ട്. കേരയിൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ സ്വപ്ന പദ്ധതി നടക്കാതെ പോകുന്നു എന്നവർ മനസ്സിലാക്കുന്നു. എങ്കിൽ അതിന് പകരം ഒരു അതിവേഗ റെയിൽ സംവിധാനം, സംസ്ഥാനത്ത് അതിവേഗ റെയിൽ സംവിധാനം അനിവാര്യമാണെന്ന് ഇടതു സർക്കാർ കരുതുന്നു. അവരുടെ പ്രകടന പത്രികയിലടക്കം അക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞതാണ്. കേരളവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ, എതിർപ്പുകൾ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്രത്തിന് കൂടി സ്വീകരിക്കാവുന്ന തരത്തിലുള്ള കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി തന്നെ കടമെടുത്തുകൊണ്ട് സംസ്ഥാനത്ത് നടപ്പാക്കാമെന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സംസ്ഥാനം വയ്ക്കുന്നത്. ഈ RRTSന് വേണ്ടി വലിയൊരു നീക്കിവയ്പ് സ്വാഭാവികമായി ഈ ബജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടാം. ഞാൻ വികസന കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ സർക്കാർ നേരത്തെ 2000-ലേക്ക് എത്തിച്ചിരുന്നു. 2500 ഇടതുമുണ്ട് പ്രഖ്യാപിത ലക്ഷ്യം. അതിലേക്ക് എത്തുമോ എന്ന കാര്യം വ്യക്തത. എന്തായാലും ക്ഷേമ പെൻഷൻ വർധനയുണ്ടാകും. വർധന മാത്രമല്ല, അങ്ങനെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും, അതിന് അർഹരായ എല്ലാ വിഭാഗ ജനങ്ങൾക്കും അതിന്റെ ആനുകൂല്യം ലഭിക്കണമെന്ന് സർക്കാർ ഉറപ്പിക്കുന്നു. അതിന്റെ ഭാഗമായാണ് മന്ത്രിസഭ എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം. മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ, മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉറപ്പാക്കാനുള്ള ഒരു നിർണായക നീക്കമാണ് സർക്കാർ നടത്തിയത്. അവർക്ക് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാനുള്ള ഒരു നിർണായക നീക്കമാണ് മന്ത്രിസഭാ യോഗം നടത്തിയത്. അവിവാഹിതരായ 50 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് ശമ്പളവും പെൻഷനും സർക്കാർ മറ്റാനുകൂല്യം ലഭിക്കാത്തവർക്ക് ഇവരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കി അവർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനുള്ള തടസ്സം നീക്കാനാണ് സർക്കാർ തീരുമാനമെടുത്തത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മഠങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്, കോൺവെന്റുകളുമായി ബന്ധപ്പെട്ടവരാണ്. ആ ജനവിഭാഗങ്ങളെ, ക്രൈസ്തവ മേഖലയിലെ ആ ജനവിഭാഗങ്ങളെ അടുപ്പിച്ചു നിർത്തുക വലിയ ലക്ഷ്യമാണ് ഇടതുമുന്നണിക്കുള്ളത്. അതിന്റെ ഭാഗമായി ആ തീരുമാനം ഇന്നലെ സർക്കാർ കൈക്കൊണ്ടു. ബജറ്റിലും അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ നീക്കിവയ്പുള്ള ഒരു ബജറ്റാകും ഇന്നത്തെ ഉറപ്പാണ്. സർക്കാരിന് മുന്നിൽ മാജിക്കുകളില്ല, മാജിക് കാർഡ് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് കെ എൻ ബാലഗോപാൽ പറയുമ്പോഴും വലിയൊരു മാജിക് സർക്കാർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പാണ് ക്ഷേമ പെൻഷനിൽ വലിയ വർധനയുമായി സർക്കാർ അക്ഷരാർത്ഥത്തിൽ UDF ക്യാമ്പിനെ ഞെട്ടിച്ചത്. പക്ഷേ ആ ഞെട്ടൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തിരിച്ചാണ് ഉണ്ടായത്. ആ ഒരു പ്രഖ്യാപനത്തിന്റെ ആനുകൂല്യം അതേ രീതിയിൽ സംസ്ഥാനത്തെ ഭരിക്കുന്ന മുന്നണിക്ക് ലഭിച്ചില്ല എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ മറ്റു തരത്തിൽ കൂടി എഴുതുമ്പോഴേ കാണുന്നുണ്ട്. ആ ക്ഷേമ പ്രഖ്യാപനങ്ങൾ കൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കാനായത്. വലിയ 10 വർഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനുണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരമുണ്ട്, ശബരിമല ഉൾപ്പെടെ വിഷയങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഉണ്ടായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ക്ഷേമ പെൻഷനിലെ വലിയ പ്രഖ്യാപനങ്ങളാണെന്ന് സർക്കാർ ഇടതുമുന്നണിക്ക് ഉറപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമം വിട്ടൊരു കളിക്ക് രണ്ടാം പിണറായി സർക്കാർ നിൽക്കില്ല. കെ എൻ ബാലഗോപാൽ തയ്യാറാകില്ല. നിരവധി ക്ഷേമ പദ്ധതികൾ പ്രതീക്ഷിക്കണം. ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാകണം. ഒപ്പം